ദൈവത്തെ മറന്ന് ഈ ലോകത്തിൽ നമുക്കൊന്നും നേടുവാൻ സാധിക്കുകയില്ല. നമ്മുടെ പാപമംഗലമായ ഈ നേരങ്ങളും പരിശുദ്ധ കുർബാനയിലേക്ക് നീട്ടുക, പൂർണ്ണമായി നീട്ടിപ്പിടിക്കുക. കൈയുടെ വേദനകളെ ഈശോ സുഖപ്പെടുത്തും. മൈഗ്രെയിൻ തലവേദനയെ ഈശോ സുഖപ്പെടുത്തും. കണ്ണിന്റെ എല്ലാ അസ്വസ്ഥതകളെയും ചെവിയുടെ എല്ലാ വേദനകളെയും ഈശോ സുഖപ്പെടുത്തും. അതിരങ്ങളിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും രോഗങ്ങളെയും ഈശോ സുഖപ്പെടുത്തും. കഴുത്തിലെ എല്ലാ രോഗവും ഈശോ സുഖപ്പെടുത്തും. നെഞ്ചിലെ അസ്വസ്ഥതകള്, നെഞ്ചിലെ ഭാരം, ആകുലത, ഉത്കണ്ഠ, ഭയം, നിരാശ, ദുഃഖം, വേദന, സങ്കടം ഇവയെല്ലാം ഈശോ സുഖപ്പെടുത്തും. ആന്തരിക മുറിവുകളെ ഈശോ തിരിഞ്ഞുകൊണ്ട് കഴിയും. ഭയപ്പെടുത്തുന്ന എല്ലാ ഓർമ്മകളെയും ഈ നിമിഷം സമർപ്പിക്കുക. വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുവാൻ കഴിയാതെ നമ്മെ പിടികൂടുന്ന ബലഹീനതകൾ, ബന്ധനങ്ങൾ, അസ്വസ്ഥതകളെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കും. മൊബൈലിലൂടെ ഒത്തിരി സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തിന്മയിലേക്കും ലോകസുഖങ്ങളിലേക്കും പാപത്തിലേക്കും നമ്മെ പ്രേരിപ്പിക്കുന്ന എല്ലാ കാഴ്ചകളെയും കാണുന്ന ആ ടെൻഡൻസി, ആഗ്രഹം ഈശോയിലേക്ക് സമർപ്പിക്കുക. വ്യക്തിപരമായ പ്രാർത്ഥനയില്ലാത്ത ജീവിതത്തെ സമർപ്പിക്കുക. ഹൃദയം തുറന്ന ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനോ നന്ദി പറയുവാനോ കഴിയാത്ത ജീവിതമാകുന്ന ഞെരുക്കത്തെ സമർപ്പിക്കുക. പ്രലോഭന ചിന്തകളെ സമർപ്പിക്കുക. ധനമോഹത്തെ സമർപ്പിക്കുക. ശാരീരിക രോഗത്തെ സമർപ്പിക്കുക. വിട്ടുമാറാത്ത ശാരീരിക പീഡകളെ വിട്ടുകൊടുക്കുക. ക്യാൻസർ രോഗം, അസ്വസ്ഥതകളെ വിട്ടുകൊടുക്കുക. ഉദരസംബന്ധമായ രോഗത്തെ വിട്ടുകൊടുക്കുക. കൈകാലവേദന, മുട്ടുവേദന, തളർച്ച, ക്ഷീണം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. എപ്പോഴും ദുഃഖം, ഒരു സന്തോഷമില്ലായ്മ ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ദുഷിച്ച സ്വഭാവത്തെ വിട്ടുകൊടുക്കുക. പരദൂഷണം ഏറ്റവും വലിയ പാപമാണ്. കുറ്റവിധിക്കൽ ഏറ്റവും വലിയ പാപമാണ്. കുറ്റം കേൾക്കുന്നത് തന്നെ പാപമാണ്. അത് മറ്റുള്ളവരോട് പറയുന്നതിനേക്കാൾ പാപമാണ് കുറ്റം കേൾക്കുന്നത്. അതിന് ചെവി കൊടുക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. എല്ലാ കുറവുകളെയും സമർപ്പിക്കുക. എല്ലാ ബലഹീനതകളെയും സമർപ്പിക്കുക. എല്ലാ നൊമ്പരങ്ങളെയും സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ശാരീരികമായി അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ വിശ്വാസത്തോട് സമർപ്പിക്കുക. കുടുംബത്തിൽ ആർക്കെങ്കിലും വിശ്വാസമില്ലായിട്ടുണ്ടെങ്കിൽ, യുക്തിവാദി ടൈപ്പിലാണ് ജീവിക്കുന്നെങ്കിൽ, പരിശുദ്ധ ബലിയർപ്പിക്കാൻ പോകാത്തതാണെങ്കിൽ, ജപമാല പ്രാർത്ഥനയില്ലാത്തതാണെങ്കിൽ ഈ നിമിഷം വിശ്വാസത്തോടെ സമർപ്പിക്കുക. മദ്യത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതൽ കിട്ടാത്ത കുടുംബനാഥന്മാരായ എല്ലാവരെയും സമർപ്പിക്കുക. ഇന്നത്തെ ലോകസുഖങ്ങളിൽ ഇറങ്ങി മയക്കുമരുന്നിന് എല്ലാ ദുശീലങ്ങൾക്കും അടിമയായി ജീവിക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കളെ സമർപ്പിക്കുക. യുവജനങ്ങളെ സമർപ്പിക്കുക. നമ്മുടെ കുടുംബത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുക. സാമ്പത്തിക ഞെരുക്കങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഭിന്നത, വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, പക, സർവസമ്പത്തിന്റെ നാഥനായ ദൈവമില്ല നമ്മുടെ മധ്യയിൽ. എല്ലാം അറിയുന്ന ദൈവം, എല്ലാം കാണുന്ന ദൈവം, എല്ലാം കേൾക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കുക.